ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയെന്ന സൂചന. നാളെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചകളിൽ ധാരണയായാൽ ട്രംപ് കെയ്റോയിലേക്ക് എത്തും. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുക ട്രംപ് ആകും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ശ്രീ ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീത്ത്, ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ, സൂചനകൾ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. സമാധാനം ഇതാ പടിവാതിൽക്കലാണ്. പക്ഷേ അതെല്ലാം തള്ളിപ്പോകുന്നു, മാറിപ്പോകുന്ന കാഴ്ച പിന്നീട് കാണുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മറ്റു രാജ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? എന്താണ് ചർച്ചകളിലെ പുരോഗതി? വിശദാംശങ്ങൾ. പുതിൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇക്കാര്യത്തിൽ ട്രംപിന്റെ ഒരു താല്പര്യം, ട്രംപിന്റെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ 20 നിർദ്ദേശങ്ങൾ, ഈ ചർച്ചയടക്കം, ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്ന ചർച്ചയടക്കം, അതിന്റെ പ്ലാൻ അടക്കം കൊണ്ടുവന്ന ട്രംപ് ആണ്. ട്രംപിന് ഇക്കാര്യത്തിൽ ഈ അടിയന്തരമായി ഗസയിൽ ഒരു സമാധാന ശ്രമം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവിടെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യണമെന്ന് ട്രംപിന്റെ ഒരു ആഗ്രഹവും ട്രംപിന്റെ ഒരു നിലപാടുമായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ട്രംപ് 20 നിർദ്ദേശങ്ങൾ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് 20 നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചകളുടെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേറ്റവും പ്രധാനം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും, രണ്ടും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന മധ്യസ്ഥ രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുള്ളത്. 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഹമാസ് ഇക്കാര്യത്തിൽ ഒത്തുവന്നിട്ടുണ്ട്. ഹമാസിന് ഇക്കാര്യവുമായി ഈ ഒരു കാര്യത്തിൽ വെടിനിർത്തൽ കരാർ വേണമെന്ന അഭിപ്രായം തന്നെയാണ് ഹമാസിന്റെ പ്രതിനിധികൾക്ക് ഉള്ളത്. മറ്റ് പോയിന്റുകൾ, അതായത് മറ്റ് 19 കാര്യങ്ങളിൽ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ആദ്യം യാഥാർത്ഥ്യമാകട്ടെ എന്ന നിലപാടിലേക്കാണ് ഹമാസ് എത്തുന്നത്. ഹമാസ് ഇന്നലെ ഏതാണ്ട് 6ഓളം ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ചർച്ചകളാകാം എന്നുള്ള കാര്യത്തിലാണ് ഹമാസ് ഉപാധികൾ വെച്ചിരുന്നത്. ആ ഉപാധികൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആദ്യം വെടിനിർത്തൽ കരാർ നടപ്പാക്കട്ടെ എന്ന കാര്യത്തിലേക്ക് ഹമാസും എത്തിയിട്ടുണ്ട്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാടാണ് അറിയേണ്ടത്. അതിനായിട്ട് തന്നെയാണ് ട്രംപ് അദ്ദേഹത്തിന്റെ മരുമകനെയും അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട പ്രതിനിധിയും സ്റ്റീവ് വിറ്റ്കോഫിനെയും മരുമകൻ ജാരഡ് കുഷ്ണറെയും ചർച്ചകൾക്കായി നേരിട്ട് അയച്ചിട്ടുള്ളത്. അവരും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കൻ പ്രതിനിധികളുടെയും ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള റോൺ ഡെർമറും, ഇങ്ങനെ ഇവരെല്ലാം ചേർന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചകളിലെ പുരോഗതി എന്ന് പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും എന്നൊരു കാര്യമാണ്. അത് ഈജിപ്ത് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക്, വ്യക്തതയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ യാഥാർത്ഥ്യമായാൽ ഇനിയുള്ള കാര്യങ്ങൾ അവിടെ ഹമാസിനെ സംബന്ധിച്ചാണ്. ഹമാസ് എന്ത് ചെയ്യും? ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ ഹമാസ് ഗസയിൽ നിന്ന് വിട്ടുപോകണമെന്ന നിർബന്ധം സ്വാഭാവികമായും ട്രംപിന്റെ ഭാഗത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ ഹമാസ് പ്രതിനിധികൾ, ഹമാസ് എന്ന് പറയുന്ന സംഘടന, അവരുടെ നിലപാട് എന്തായിരിക്കും, അവരുടെ അസ്തിത്വം എന്തായിരിക്കും എന്ന കാര്യത്തിലേക്കാണ് ഇനി ചർച്ചകൾ പോകുന്നത്. അങ്ങനെ ഹമാസ് ആവശ്യപ്പെട്ടുള്ള അവരുടെ പ്രതിനിധികൾ, അതായത് പലസ്തീൻ തടവുകാരായിട്ടുള്ള ബൾഗൌട്ടിയെയും സാദത്തിനെയും, അത് ഹമാസിന്റെ ആവശ്യമായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇസ്രായേൽ വിട്ടയക്കണമെന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ പുനരുജ്ജീവനത്തിൽ, പുനർനവീകരണത്തിൽ ഹമാസിന്റെ പങ്ക്, അതോടൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളുടെ മോചനം, ഇക്കാര്യങ്ങളിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പോലും ഈ ഇരു രാജ്യങ്ങളും, ഇസ്രായേലും ഹമാസും കൈവശം വെച്ചിട്ടുള്ള ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുന്ന കാര്യത്തിൽ കൂടി ഒരു ധാരണയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹമാസിനെ സംബന്ധിച്ചാണ് ഇനി കാര്യങ്ങൾ നിർണായകമാകേണ്ടത്. അവരുടെ നിലപാടാണ് അറിയേണ്ടത്. എന്തായാലും ഗസയിൽ സമാധാനം ഒരുപക്ഷെ വന്നേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രജിൻ. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സൗദി പൗരനായ ഒമർ യാഖിക്ക് നൊബേൽ പുരസ്കാരം. 2025 രസതന്ത്രത്തിലെ നൊബേൽ പ്രൊഫസർ ഒമർ യാഖി മറ്റു രണ്ടുപേരുമായി പങ്കിട്ടു. നൊബേൽ നേടുന്ന ആദ്യത്തെ സൗദി പൗരനാണ് ഒമർ യാഖി. രസതന്ത്രത്തിലെ പരമോന്നത ബഹുമതിയായ നൊബേൽ പുരസ്കാരം നേടിയിരിക്കുകയാണ് അറബ് രസതന്ത്രജ്ഞനായ സൗദി പൗരൻ ഒമർ യാഖി. ബെർക്കിലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ പ്രൊഫസറാണ് ഒമർ യാഖി. ജപ്പാനിലെ കോട്ടിയോ സർവകലാശാലയിലെ സുസുമു കിറ്റഗാവ, ഓസ്ട്രേലിയയിലെ മെൽബൺ സർവകലാശാലയിലെ റിച്ചാർഡ് റോബ്സൺ എന്നിവരും പുരസ്കാരം പങ്കിട്ടു. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ഇന്നാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ലോഹ ജൈവ ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിൽ നടത്തിയ ശ്രമങ്ങളാണ് മൂവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്.
മരുഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാനും മലിനീകരണ വസ്തുക്കളിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കാനും ഹൈഡ്രജൻ സംഭരിക്കാനുമുള്ള സംവിധാനമൊരുക്കുന്നതിൽ ഒമർ യാഗിയുടെ സംഭാവനകൾ നിർണായകമായിട്ടുണ്ട്. പലസ്തീൻ മാതാപിതാക്കൾക്ക് 1965 ജോർദാനിൽ ജനിച്ച ഒമർ യാഗിക്ക് 2021 സൗദി പൗരത്വം ലഭിക്കുന്നത്. നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ലഭിച്ച ഒമർ യാഗിക്ക് തന്മാത്ര വാസ്തുവിദ്യയിലെ സംഭാവനകൾക്ക് 2015 സൗദിയിലെ കിങ് ഫൈസൽ ഇന്റർനാഷണൽ സയൻസ് അവാർഡ് ലഭിച്ചിരുന്നു. ജലീൽ കണമകരം, 24 ജിദ്ദ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാനാണ് സന്ദർശനം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കിയർ സ്റ്റാമർ കൂടിക്കാഴ്ച നടത്തും. വ്യവസായ പ്രമുഖർ, വൈസ് ചാൻസലർമാർ, സാംസ്കാരിക പ്രമുഖർ അടക്കം 100ഓളം പേർ അടങ്ങുന്ന സംഘമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത്, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ എന്നിവർ ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK സന്ദർശിച്ചതിന്റെ തുടർച്ചയായാണ് സന്ദർശനം. സ്വതന്ത്ര വ്യാപാര കരാറിൽ അന്ന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സുരക്ഷ, പ്രതിരോധം, കാലാവസ്ഥ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉൾക്കൊള്ളുന്ന 10 വർഷത്തെ സമഗ്ര പദ്ധതിയായ വിഷൻ 2035 നരേന്ദ്രമോദിയും സ്റ്റാർമറും തമ്മിൽ ചർച്ച ചെയ്യും. രാജ്ഭവനിലാണ് നാളെ കൂടിക്കാഴ്ച. മുംബൈയിൽ വ്യവസായ വാണിജ്യ പ്രമുഖരുമായി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 6ാം പതിപ്പിൽ കിയർ സ്റ്റാമർ പങ്കെടുക്കും. 24 മുംബൈ. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പാലക്കാടൻ മേള 2025 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അബ്ബാസിയ ആസ്പിയർ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജേഷ് പരിയാരത്ത് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ, ട്രഷറർ മനോജ് പരിയാനി, പൽപക് രക്ഷാധികാരി PN കുമാർ, ഫൈസൽ ഹംസ, ഫിലിപ്പ് കോശി എന്നിവർ സംസാരിച്ചു. പാചക വിദഗ്ധനായ യദു പഴയടത്തിന്റെ നേതൃത്വത്തിൽ 1400ഓളം പേർക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി. പൽപ്പ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കലാകാരൻ പ്രക്ഷോഭം സംഘവും അവതരിപ്പിച്ച സംഗീത പരിപാടിയും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. റിയാദിലെ കൊടുങ്ങല്ലൂർ താലൂക്ക് നിവാസികളുടെ കൂട്ടായ്മ കിയ റിയാദ് കിയോണം 25 എന്ന തലക്കെട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസി സമ്മാൻ പുരസ്കാര ജേതാവ് ഷിഹാബ് കൊട്ടുകാട് സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമുള്ള രുചികളുടെയും കലകളുടെയും കളികളുടെയും ഉന്മാദതുല്യമായ ദിനരാത്രങ്ങളാണ് പ്രവാസികൾക്ക് ഓണമെന്നും മലയാളികൾ പോകുന്നിടങ്ങളിലെല്ലാം അവർ ഓണത്തെയും കൊണ്ടുപോകുന്നുവെന്നും ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു. പ്രസിഡന്റ് ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സെയ്ഫ് റഹ്മാൻ, പ്രോഗ്രാം കൺവീനർ ആഷിഖ് RK, ട്രഷറർ ഷാനവാസ് പുന്തുലത്ത് എന്നിവർ സംസാരിച്ചു. ജിദ്ദയിൽ വയനാട് സ്വദേശികളുടെ കൂട്ടായ്മയായ വയനാട് എന്റെ നാടിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജിദ്ദയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുത്തു. വയനാടൻ രുചികളിൽ ഒരുക്കിയ ഓണസദ്യയും കലാസാംസ്കാരിക പരിപാടികളും തിരുവാതിരയും ഗാനമേളയും ഉണ്ടായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ അത്തപ്പൂക്കള മത്സരത്തിൽ മൈത്രി ജിദ്ദ 1ാം സ്ഥാനം നേടി. 2ഉം 3ഉം സ്ഥാനങ്ങൾ യഥാക്രമം കോട്ടയം ജില്ലാ കൂട്ടായ്മ, മിത്രാസ് ഇന്ത്യൻ അസോസിയേഷൻ എന്നിവർ നേടി. വയനാട് കൂട്ടായ്മ പ്രസിഡന്റ് ബിജു പുൽപ്പള്ളി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മൻസൂർ വയനാട് സ്വാഗതവും അസ്ബീർ നന്ദിയും പറഞ്ഞു. ബിസിനസ്സിൽ വളർച്ച ആഗ്രഹിക്കുന്നവർക്കായി ജിദ്ദയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സൗദിയുടെ മാറിയ സാഹചര്യത്തിൽ നടത്താവുന്ന ബിസിനസ്സുകളെക്കുറിച്ചും ബിസിനസ്സിലെ പരാജയ കാരണങ്ങളെക്കുറിച്ചും പരിപാടിയിൽ വിശദീകരിക്കും. ദ ബി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 11-നാണ് പരിപാടി. സൗദിയുടെ മാറ്റം ഉൾക്കൊണ്ട് ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. ഇതില്ലാത്തതാണ് സൗദിയിലെ പല ബിസിനസ്സിലും വളർച്ച കാണാത്തതെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ജിദ്ദയിലെ മലയാളികളായ ബിസിനസ്സുകാരെയും കച്ചവടക്കാരെയും മാത്രം ലക്ഷ്യം വെച്ച് ദ ബി സ്കൂൾ ഇന്റർനാഷണലാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഒക്ടോബർ 11 ശനിയാഴ്ച വൈകുന്നേരം 5:30 ജിദ്ദയിലാണ് പരിപാടി. സൗദിയിൽ വലിയ സാധ്യതകളുണ്ടെന്നും എന്നാൽ പഴയ കാഴ്ചപ്പാടുകളിൽ നിന്ന് ബിസിനസ്സുകാർ മാറേണ്ടതുണ്ടെന്നും പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ദ ബി സ്കൂൾ കോ ഫൗണ്ടർ ജാബിർ മണ്ണിങ്ങൽ പറഞ്ഞു. സൗദി അറേബ്യയിലുള്ള ബിസിനസ്സുകാർ അവരുടെ ബിസിനസിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യക്കാവട്ടെ വിഷൻ 2030 എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് സൗദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശികൾ
ഏത് മേഖലയിലാണ് ഇനി ബിസിനസ് ചെയ്യേണ്ടതെന്നും ഏത് പ്ലേസിലാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ വിഷൻ 2030 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജിദ്ദയിലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പരിശീലന പരിപാടി സുവർണാവസരമാണെന്ന് ബിസിനസ് കൺസൾട്ടന്റായ നജീബ് മുസ്ലിയാരകത്ത് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് സൗദിയിലെ നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടുന്നതെന്നും ഏത് രീതിയിലാണ് അത് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഉപകരിക്കാൻ പറ്റുമോ ബിസിനസ്സുകാരായ ആളുകൾക്ക് അത് ഏത് രീതിയിൽ ഉപകരിക്കും എന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. ബിസിനസ്സിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പരിശീലന പരിപാടി സഹായിച്ചതായി ദ ബി സ്കൂളിന്റെ ജിദ്ദയിൽ നേരത്തെ ആരംഭിച്ച ക്ലാസുകളിൽ പങ്കെടുത്തവർ പറഞ്ഞു. വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതിലെ ഓരോ പോയിന്റുകളും എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു ടാസ്ക്കാണ് പിന്നുള്ളത്. ഇന്നലെ നടന്ന ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ബിസിനസ്സിൽ വളർച്ചയില്ല, പുതിയ സാഹചര്യത്തിൽ സൗദിയിൽ എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ ബിസിനസ് തുടങ്ങണം, ബിസിനസ്സുകാർക്കുണ്ടാകേണ്ട സ്വഭാവം, ജീവനക്കാരോടുള്ള പെരുമാറ്റം, പാർട്ട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കൃത്യമായ പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നതാകും പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ 055-055-7601 എന്ന സൗദി നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ 3 പുതിയ ഷോറൂമുകൾ തുറക്കാനൊരുങ്ങി വിൻസ്മെര ജുവൽസ്. ഷാർജ, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും ഷോറൂമുകൾ. മോഹൻലാൽ 3 ഷോറൂമുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ വലിയ വിജയത്തിന് ശേഷമാണ് വിൻസ്മെര UAE-യിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ഷാർജ, ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും പുതിയ ഷോറൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക. ഈ മാസം 11 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഷാർജ റോളയിലും 12 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ദുബായ് കരാമൽ സെന്ററിലും അതേ ദിവസം വൈകിട്ട് 7 മണിക്ക് അബുദാബി മുസഫയിലുമാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ 3 ഷോറൂമുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. വിൻസ്മെരയുടെ ഗുണമേന്മ, നിർമ്മാണ ഭംഗി, വൈവിധ്യം മുതലായവ UAE-യിലെ പ്രിയ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും UAE-യിലെ ജ്വല്ലറി മേഖലയിൽ ഒരു നാഴികക്കല്ലായി തീരും പുതിയ ഷോറൂമുകളെന്നും വിൻസ്മെര ജ്വല്ലറി ചെയർമാൻ ദിനേശ് കാമ്പ്രത്ത് പറഞ്ഞു. ഈ 3 ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ ബിഫോർ എൻഡ് ഓഫ് ദിസ് ഇയർ ഞങ്ങൾ 2 ഷോറൂം കൂടി ഇവിടെ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒന്ന് ബർദുബായിലും മറ്റൊന്ന് അൽബർഷയിലുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനും കൂടെ സമാനമായി തന്നെ കൊച്ചിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഷോറൂം ഞങ്ങൾ കൊച്ചിയിൽ ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഈ വർഷം ഞങ്ങൾ ടോട്ടൽ കേരളത്തിലും UAE-യിലുമായിട്ട് 7 ഷോറൂമുകളാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2025-ൽ 7 ഷോറൂമുകൾ തുറക്കാനാണ് പദ്ധതിയിടുന്നത്. അതോടൊപ്പം 2030-ൽ IPO നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത്, MD മനോജ് കാമ്പ്രത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കാമ്പ്രത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. ഭൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ദുൽഖർ സൽമാന്റെ മൊഴിയെടുത്തു. എറണാകുളം എളംകുളത്തെ വീട്ടിലാണ് 13 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലും പരിശോധനയും നടന്നത്. ചെന്നൈയിലായിരുന്ന താരം ED-യുടെ നിർദ്ദേശപ്രകാരം ഉച്ചയോടെ കൊച്ചിയിലെത്തുകയായിരുന്നു. പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളും ഓഫീസും ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ED പരിശോധന നടന്നത്. ഫെമ ചട്ടം ലംഘിച്ചു എന്നതാണ് കണ്ടെത്തൽ. ഭൂട്ടാൻ കാർക്കടത്തിൽ ഹവാല ഉൾപ്പെടെയുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ED പരിശോധന. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 ഇടങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെയും ചെന്നൈയിലെയും വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടന്നു. തുടർന്ന് ചെന്നൈയിലായിരുന്ന താരത്തെ ED എളംകുളത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. 2 മണിയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ പൂർത്തിയായതോ രാത്രി 8 മണിയോടെ. പൃഥ്വിരാജിന്റെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ED പരിശോധന നടന്നു. കേരളത്തിൽ 5 ജില്ലകളിലായി വാഹന ഡീലർമാർ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. തമിഴ്നാട്ടിൽ ചെന്നൈയിലും കോയമ്പത്തൂരുമാണ് ED പരിശോധന നടന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള കാർക്കടത്തിൽ ഫെമ ചട്ടലംഘനം നടന്നുവെന്നാണ് ED-യുടെ കണ്ടെത്തൽ. ഫെമ ചട്ടത്തിലെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഡിഫൻഡർ, ലാൻഡ് ക്രൂസർ തുടങ്ങിയ വാഹനങ്ങളുടെ ഇടപാടിൽ ഹവാല നെറ്റ്വർക്കിന്റെ വിവരങ്ങളും ED-ക്ക് ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇടപാടുകളുടെ പ്രധാന കേന്ദ്രമെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യൻ ആർമിയുടെയും US എംബസിയുടെയും രേഖകൾ സംഘം വ്യാജമായി നിർമ്മിച്ചുവെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് സിനിമാ താരങ്ങൾക്കും ശതകോടീശ്വരന്മാർക്കും വാഹനങ്ങൾ വിൽപ്പന നടത്തിയുമെന്നുമാണ് വിവരം. താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ നെറ്റ്വർക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം.
വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകും. 24 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവായ സനൂപാണ് കൊടുവാൾ ഉപയോഗിച്ച് ഡോക്ടറെ ആക്രമിച്ചത്. പരുക്കേറ്റ ഡോക്ടർ PT വിപിൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ DMO റിപ്പോർട്ട് നാളെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. ഉച്ചയ്ക്ക് 1:30 ആക്രമണം. മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് സനൂപ് 2 മക്കളുമായാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. കുട്ടികളെ പുറത്തു നിർത്തി സൂപ്രണ്ടിന്റെ റൂമിലെത്തി. ആ സമയം സൂപ്രണ്ട് മുറിയിൽ ഉണ്ടായിരുന്നില്ല. സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് സനൂപ് എത്തിയത്. പിന്നീട് ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു. ബാഗിൽ കരുതിയ കൊടുവാളുമായാണ് ആക്രമിച്ചത്. എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു ഡോക്ടറെ വെട്ടിയതെന്ന് ലാബ് ജീവനക്കാർ പറയുന്നു. ഡോക്ടറുടെ തലയ്ക്ക് സാരമായ പരുക്കുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാ എൻ്റെ മോളെ കൊന്ന് എന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആന്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. തല കീറിപ്പോകും. മകളുടെ മരണശേഷം മാനസിക സംഘർഷത്തിലായിരുന്ന സനൂപ് കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന് ആരോപിച്ചിരുന്നു. പരുക്കേറ്റ ഡോക്ടറെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സനൂപിനെ പോലീസ് പിടികൂടി. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. താമരശ്ശേരിയിൽ കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് കൊണ്ടാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മസ്തിഷ്ക ജ്വരമല്ല മരണകാരണമെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അറിയിച്ചതിന് പിന്നാലെയാണ് ഭർത്താവ് മാനസികമായി തകർന്നുപോയതെന്ന് സനൂപിന്റെ ഭാര്യ റംബീസ പറഞ്ഞു. ഡോക്ടറെ ആക്രമിച്ചതിൽ കുറ്റബോധമില്ലെന്നും വെട്ട് ആരോഗ്യമന്ത്രിക്കും സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുമായിരുന്നു സനൂപിന്റെ പ്രതികരണം. ഓഗസ്റ്റിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അനയ മരിച്ചത്. ഓഗസ്റ്റ് 14 രാവിലെ 10:15 പനിയെ തുടർന്ന് അനയയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. വൈകുന്നേരത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാതെ ചികിത്സ വൈകിപ്പിച്ചു എന്നായിരുന്നു കുടുംബം അന്ന് പരാതി ഉന്നയിച്ചത്. എന്നാൽ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആരോഗ്യനില മോശമായിരുന്നില്ലെന്നും ചികിത്സ നൽകിയിരുന്നെന്നും ആശുപത്രി അധികൃതരും പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർ അനയയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് പറഞ്ഞതായി അമ്മ റംബീസ പറഞ്ഞു. ഇതിനു പിന്നാലെ ഭർത്താവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്നും ഇവർ പറയുന്നു. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. റിപ്പോർട്ട് ഇങ്ങനെ വന്നതോടുകൂടിയാണ് അദ്ദേഹം വല്ലാതായി പോയത്. അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അപ്പോൾ അവർ പറയുന്നത് റിസൾട്ട് അമീബിക് അല്ല കുട്ടിക്ക് വന്നത്. കുട്ടിക്ക് വെറും പനി ബാധിച്ചിട്ടാണ്. പനി ബാധിച്ച് കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി. അത് നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. വൈദ്യപരിശോധനയ്ക്കിറക്കിയപ്പോൾ കുറ്റബോധമില്ലെന്നായിരുന്നു സനൂപിന്റെ പ്രതികരണം. മാത്രമല്ല വെട്ട് ആരോഗ്യമന്ത്രിക്കും സൂപ്രണ്ടിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്നും സനൂപ് പറഞ്ഞു. രോഗലക്ഷണങ്ങളോടെ കുട്ടിയുടെ സഹോദരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇതിലൊരാൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് രോഗമുക്തി നേടുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്. തുടർച്ചയായ 3-ാം ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഇന്ന് 2 തവണയാണ് സ്വർണ്ണവില കൂടിയത്. ഇന്ന് മാത്രം പവന് 1400 രൂപ കൂടി. പവന് 90,880 രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക്. ഇന്ന് മാത്രം 1 പവൻ സ്വർണത്തിന് 1400 രൂപയാണ് കൂടിയത്. രാവിലെ 840 രൂപയും പിന്നീട് 560 രൂപയുമാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന് കൂടിയത്. ഗ്രാമിന് 175 രൂപ കൂടി 11,360 രൂപയാണ് ഏറ്റവും പുതിയ നിരക്ക്. ഈ മാസം ഇതുവരെ പവന് കൂടിയത് 3,880 രൂപയാണ്. പോയ വർഷം ഇതേ ദിവസം സ്വർണം പവന് 56,800 രൂപയായിരുന്നു. ഒരു വർഷം കൊണ്ടുണ്ടായത് 34,080 രൂപയുടെ വർധന. രാജ്യാന്തര വിപണിയിലെ കുതിപ്പാണ് സംസ്ഥാനത്തും സ്വർണ്ണവില ഉയരാൻ കാരണം. അന്താരാഷ്ട്ര വിപണി വില ഔൺസിന് $4,000 മുകളിലെത്തി. ഈ വർഷം ഡിസംബറോടെ ഔൺസിന് $5,000 ബാങ്ക് ഓഫ് അമേരിക്കയുടെ പ്രവചനം. എന്നാൽ കുതിപ്പ് തുടർന്നാൽ 12% തിരുത്തലിന് ശേഷം ഔൺസിന് $3,550 തിരിച്ചെത്താനുള്ള സാധ്യതയും ബാങ്ക് ഓഫ് അമേരിക്ക പ്രവചിക്കുന്നുണ്ട്. അമേരിക്കൻ ഷട്ട്ഡൌൺ തുടരുന്നതും ഫ്രാൻസിലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് വിലക്കുതിപ്പിനുള്ള പ്രധാന കാരണങ്ങൾ. വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് തീരുമാനവും സ്വർണത്തിന്റെ ഗതി നിശ്ചയിക്കും. ബിസിനസ് ഡെസ്ക് 24.